ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. അപ്പം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞാണല്ലോ, അപ്പം ടൂറിലാണ്, ഫുൾ ടൂറാണ്. അത് കഴിഞ്ഞതിന് ശേഷം മോനും എൻ്റെ അടുത്തുണ്ട്. അപ്പം പിന്നെ അങ്ങനെ രസകരമായിട്ട് എൻ്റെ എൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് വരവ്. അങ്ങനെ ഇനി അങ്ങ് പോകുന്നത് എൻ്റെ ഏടത്തിൻ്റെ വീട്ടിലേക്കാട്ടോ. ഏടത്തിൻ്റെ മോളെ വീടും ഏടത്തിൻ്റെ വീടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ സ്വന്തക്കാരുടെ വീടുകളൊക്കെ ഇത് ഇപ്പം നിങ്ങൾ ബാക്കിൽ കാണുന്നത് ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. പക്ഷെ ആ വീട് അന്ന് ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ കല്യാണം കഴിക്കുന്നത് വരെ വീട് ഇതല്ലായിരുന്നു. ഇത് ഓടിട്ട വീടായിരുന്നു. അതെല്ലാം പൊളിച്ച് മാറ്റി എൻ്റെ ചെറിയ അനിയൻ ഉണ്ടാക്കിയ വീടാണിത്. അവിടെ ഞാൻ താമസിക്കുന്നതല്ല. ഇതാണ് എൻ്റെ തറവാട് വീട്. ഇപ്പോൾ ആളിവിടെ എല്ലാം പൂട്ടിക്കെടുക്കുകയാണ്. ആ ചെറിയ ആങ്ങളെ ഗൾഫിലും ആങ്ങളുടെ ഭാര്യ സ്റ്റാഫ് നേഴ്സാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. സ്വന്തം വീട്ടിലേക്കും പോയതാണ്. അവിടെ കാണുന്നത് വേറൊരാങ്ങളുടെ വീടാണ്. അത് എൻ്റെ വേറൊരാങ്ങളുടെ വീട്. അങ്ങനെ എല്ലാ ആങ്ങളമാരുടെ വീടും ഇവിടെ അടുത്തടുത്തടുത്തടുത്ത് തന്നെയാണ്. ഇനി ഞാൻ പോകുന്നത് എൻ്റെ ഏടത്തിൻ്റെ വീടും മോളെ വീട് എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി നമുക്ക് എല്ലാം കാണാലോ. വീടും ഒക്കെ അഭിപ്രായം പറയണം കേട്ടോ കണ്ടു കഴിഞ്ഞതിന് ശേഷം. എന്നാ വരി. ഏടത്തിൻ്റെ മോളെ വീടും ഏടത്തിൻ്റെ വീടൊക്കെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെയാണ് എയർപോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുണ്ടോട്ടിയിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വഴിയായത്. ഈ പാലം കൂളിമാട് പാലം കഴിഞ്ഞ് പിന്നെ പാറമലെത്തി പാറമെന്നങ്ങ് നേരെ വിടും. അവിടെയാണ് വീട്. അപ്പം പാലം നോക്കിപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്ത് പാറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, എടവണ്ണപ്പാറ കേട്ടോ. ഞങ്ങൾ പാറമേല് പറഞ്ഞ് എളുപ്പമായിപ്പോയി. എടവണ്ണപ്പാറ വഴി കുണ്ടോട്ടിയിലേക്ക് അങ്ങ് പോകും. ഇതിപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്താ കേട്ടോ ഈ പാലം. എന്ത് രസാന്നറിയോ. ഈ പുഴക്കൊരു പ്രത്യേകത ഉണ്ടോന്ന് പറഞ്ഞാച്ചേ. ഏതൊക്കെ പുഴയായിരുന്നു അത്? ചാലിയാറ് ഇരുവഴിഞ്ഞ് യോജിക്കുന്ന സ്ഥലം. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇടത് ഭാഗത്തൂടെ അല്ലേ, എടവണ്ണപ്പാറ റോഡ്. എയർപോർട്ട് റോഡ് തന്നെ കേട്ടോ. എയർപോർട്ടിലേക്ക് ഇത് ഷോർട്ടാ. പാലം കഴിഞ്ഞ് കുറച്ചങ്ങ് എത്തുമ്പോൾ അതാ എടവണ്ണപ്പാറയിൽ നിന്ന് നമ്മളിനി കുണ്ടോട്ടി റോഡിലേക്ക് തിരിക്കുക. ഇങ്ങനെ അങ്ങ് തിരിയണോ? എങ്ങനെ ഇരുന്നത്? നേരെയാ അല്ലേ? പല ഭാഗത്തൂടി വന്നിട്ട് കൺഫ്യൂഷൻ. ഏത് നാലും കൂടി റോഡാകുമ്പോൾ നേരെയാണ് അല്ലേ? മാപ്പ് ഇട്ടിട്ടുണ്ട്, മാപ്പ് വെച്ചാണ് പോകുന്നത്. ഇങ്ങനെ ഞങ്ങൾ വന്ന് വീടെത്തി. വീട്ടിലേക്ക് ഇങ്ങനെ തിരിക്കുന്നു. ഇവിടെ വീട്ടിലെത്തുമ്പോൾ തന്നെ നോക്ക്, പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബോഗൺവില്ല ചുവപ്പുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ഈ സൈഡിലും ഉണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ മുമ്പിൽ പൂക്കൾ ഒരു ഐശ്വര്യം തന്നെ കേട്ടോ, ഒരു ഭംഗിയാണ്. അതെങ്ങനെ അങ്ങ് താഴോട്ട് ഇറങ്ങണം. ഇവിടെ ഉണ്ട് ഒരാൾ, ഭയങ്കര ചെടി നടുന്ന ഒരാൾ, നമ്മളെപ്പോലെ തന്നെ. വീടും പരിസരവും പൂന്തോട്ടവും എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഏടത്തിൻ്റെ മോളെ വീട്. ഇത് കുണ്ടോട്ടി റോഡാട്ടോ. കുണ്ടോട്ടി എയർപോർട്ട് റോഡിൻ്റെ സൈഡിലാണ് ഇതുള്ളത്. കണ്ടോ, ഇവിടെ ഭയങ്കര തിരക്കാ. നോക്കി ഫസ്റ്റ് തന്നെ തുടങ്ങുക. കണ്ടോ, ബോഗൺവില്ല ഇത്ര തരം ഉണ്ട്. ഇതിൽ വെള്ളമുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഒരു റോസ് ഉണ്ട്. ഒക്കെ വെട്ടിയിട്ടാലേ ഇതിങ്ങനെ എത്താവുള്ളൂ. ഈ സൈഡ് നോക്ക്, ഈ സൈഡ് കട്ടച്ചോപ്പ്. ഇനി ആളായി വരുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഇറങ്ങി നോക്കാം നമുക്ക് കേട്ടോ. ഇറങ്ങുമ്പോൾ മുറ്റം നോക്ക്, നല്ല കളർഫുൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നല്ലൊരു കളർ ഇത്. ഇവിടെ പൂക്കൾ ചെത്തി. ഇതിങ്ങനെ ഉണ്ടയാക്കല്ലേ, ഇങ്ങനെ ഉണ്ടാക്കി. മഞ്ഞപ്പൂവ് മഞ്ഞപ്പൂവ് കണ്ടോ, ഈ മഞ്ഞപ്പൂവ് നിങ്ങളിങ്ങോട്ട് നിറയും ചെത്തി. നോക്ക്, ഇവിടുത്തെ നോക്കുമ്പോൾ വെള്ളപ്പൂവ് നോക്ക്, വെള്ള ബോഗൺവില്ല. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഉണ്ട്. വണ്ടി വരുന്നുണ്ട്. വേറെ ഒരാങ്ങള് കുടുംബം വരുന്നതാ, അവരെ വണ്ടിയാ. ഇത് നമ്മളെ റംബൂട്ടാനില്ലേ, റംബൂട്ടാൻ പൂവിട്ടതാ. ഈ മഞ്ഞപ്പൂവ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ബോള് പോലെ ഇങ്ങോട്ട് ചെടിയായിട്ട് നിറയും. ഇപ്പുറത്തെ സൈഡ് ഓറഞ്ച്. നമുക്ക് ഈ പൂക്കൾ പിടിപ്പിക്കാണ്ടല്ലോ നല്ല സ്ഥലമുണ്ട്, നല്ല ഭംഗിയാണ്.
ഈ പുല്ല് മുളക്കാണ്ടിരിക്കാൻ ചെയ്ത് കണ്ടോ, പ്ലാസ്റ്റിക് വിരിച്ചിട്ട് നടുവിൽ മാത്രം ഒഴിവ് കൊടുത്തിട്ട്. ഇവിടെ ഇതൊക്കെ അതിന് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ എന്താ ഇത് വെള്ളപ്പൂവ് ഇങ്ങനെ പന്തലിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി വെച്ച് കൊടുത്തതാ. ഇതാ ഒരു കമ്പി ഇങ്ങനെ ഇട്ടുന്ന എല്ലാ ഭാഗത്തും ശാഖ വന്ന് പൂക്കളുണ്ടാവും. ഒരു കൊട പോലെ ഇതിനൊക്കെ കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ പലതരം. എൻ്റെ അമ്മ വേറെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. നോക്ക് എന്താ ഭംഗി. ഹായ് നോക്ക് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൽ പലതരം ഉണ്ട് കേട്ടോ. ഇതിൽ പല കളറിലുണ്ട്. കളർഫുള്ളില്ലേ. ഇങ്ങനെയൊക്കെ ഉള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഇങ്ങനെയുള്ള പൂക്കളായത് ഇത്രയും. ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയല്ല, മലപ്പുറം ജില്ലയില. എല്ലാവരും പറയും വയനാട്ടിലാണ് പൂക്കൾ ഉണ്ടാവുക. നല്ല കേട്ടോ. ഇവിടെ ഇതാ നോക്ക് എന്താ പൂവ്, അടിപൊളി. ഇതവിടെതാ വേറെ. നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ആടാ. എന്താ ഇതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ആടാ. പൂക്കൾ കണ്ട് കാറ്റ് കൊണ്ട്. ഹായ് നല്ല അടിപൊളിയാട്ടോ. ഏട്ടത്തേക്ക് ഒരു മോളേ ഉള്ളൂ. ഈ ഓറഞ്ച് നല്ല രസാല്ലേ. നോക്ക് ഇത് കണ്ടോ. ഇവിടെ അതേപോലെ രണ്ട് സൈഡിലും നല്ല പൂക്കൾ. ഇത് അവിടെ ഉടക്ക ഉണ്ട്. അത് നല്ല പോട്ട്, വലിയ പോട്ട് വേണം ഇതിനൊക്കെ. എന്താ ഇതിനും ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊട പോലെ ഇങ്ങനെ നിൽക്കുന്നേ ഇതുണ്ട്. എന്താ ഇവിടെയൊക്കെ ഇതിൻ്റെ ഷേപ്പ് എന്തായിക്കല്ലോ. ഇതിന് മുത്തു ഇതിൻ്റെ ഷേപ്പ് എന്താ? മുത്തു ഈ ഷേപ്പിനെന്താ പേരുണ്ടോ? ബോളിന്റെ ഇടയിലൂടെ എങ്ങനെ വരും? എന്തോ ജീവിനെ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഞാന് വീടിന്റെ ഉടമനെ കാണിക്കണ്ടേ? വീടിന്റെ ഉടമയെ കാണിക്ക. ഇതാണ് എന്റെ മരുമകൻ കേട്ടോ. ഇത് നമ്മളൊരു മുതലാണ്, ഒരു അസറ്റാണ്. പിന്നെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ. മുത്തു. ഞങ്ങൾ മരുമകനാണ്. ഞങ്ങൾ മുത്തു എന്നാ വിളിക്കല്. എല്ലാവരുടെ ഇടയിലുള്ള മുത്തു ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരാണ്. ഞങ്ങളുടെ അഭിമാനാണ്. ആകെ ഒരു മരുമകനെ ഏടത്തിക്കും എനിക്കും കൂടെ ഉള്ളൂ. എനിക്ക് രണ്ടാൺകുട്ടികൾ. ഏടത്തിക്ക് ഊഞ്ഞാലാട്ട. അവിടെ വന്ന് നോക്കുമ്പോ എല്ലാവർക്കും ഊഞ്ഞാലാടണം. വീട് മൊത്തം ലുക്ക് കണ്ടോ. ഇവിടെ അങ്ങ് നോക്കുമ്പോ മുകളിലും ഉണ്ട് പൂക്കള്, മുകളിലും ഉണ്ട്. ഇതാ ഇവിടെ പിന്നെ പൂക്കൾ മാത്രല്ല ഉള്ളു കേട്ടോ. ഇതാ ഫ്രൂട്ട്സും. ഇതാ മാങ്ങ, അവിടെ ചക്ക ഉണ്ട്. പിന്നെ ഇത് കൊലച്ചോ? നമ്മളെ ഈത്തപ്പഴം അല്ലത് ഒന്നും കൊലച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. മുറ്റം ഗാർഡൻ ഫുള്ള് ഞാൻ കാണിച്ചു തന്നു. പൂക്കളും ഫ്രൂട്ട്സും എല്ലാം കാണിച്ചു തന്നു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറാം. വരി, നമുക്കിനി അകത്തോട്ട് പോവാൻ. അതാണ് വിശാലമായ സിറ്റ് ഔട്ടാണ് ഇത്. നല്ല അടിപൊളി. ഇതാ LED എല്ലാ സൗകര്യം, നല്ല അടിപൊളി ഭംഗിയാണ്. ഈ ഇരിക്കുന്നത് എൻ്റെ ആങ്ങളുടെ മോനാണ്. ആങ്ങളുടെ മോന് M.Tech ആണ്. M.Tech ഏതായിരുന്നു? സ്ട്രക്ചർ M.Tech. NIT കാരണം പെരുന്നാവിറ്റി എങ്ങാനും ലീവാ, അതുകൊണ്ടാണ് കാണാൻ കിട്ടിയത്. ഇനി നമുക്ക് ഹാളിലേക്ക്. ഇതാണ് ഹാള്. എന്താ ഹാളിലുള്ള ഭംഗികളൊക്കെ, അലങ്കാരങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മ, ഈ വീടിന്റെ ഉടമ മുത്തു, ഇത് എൻ്റെ ഒരാങ്ങള, ഇതെൻ്റെ വേറെ ആങ്ങള. എനിക്ക് 5 ആങ്ങളാരുണ്ട് കേട്ടോ. 2 ആങ്ങളമാർ ഇവിടെ അല്ല. ചെറിയ അനിയന് ഗൾഫിലും, മൂത്താങ്ങളെ ഇലക്ഷൻ കാരണം തിരക്കുക. ബാക്കിയുള്ളവർ നോക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ. എന്താ കോണിപ്പടിന്റെ അടിയിൽ നോക്ക് വേറെ പ്രത്യേകമായ ഒരു അലങ്കാരം കണ്ടില്ലേ. ഇതൊക്കെ വീടിന് ചെടി പിടിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഒരു പച്ചിപ്പും ലൈറ്റും ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു TV ഉണ്ട്. ഈ വിശാലമായ ഹാളിൽ നിന്ന് നമുക്ക് ഓഫീസ് റൂമിലേക്ക് പോവാം കേട്ടോ. വരി. എന്താ ഇവിടെ ഡോറ് നോക്ക്, ഗ്ലാസ്സാ. ഗ്ലാസ്. ഇനി ഇങ്ങോട്ട് കയറി വന്നാല് നോക്ക് ഇതിന്റെ എന്താ ഭംഗി.
അറിയാലോ എൻ്റെ മൂത്ത മോന് എന്താ ഇവിടുത്തെ മോനാ, ഇവിടുത്തെ മൂന്നാമത്തെ മോനാണ്, 10ാം ക്ലാസ് ആണ്, പരീക്ഷ 5 കഴിഞ്ഞു. ഇതാണ് ഓഫീസ് റൂം, TV സൗകര്യങ്ങളോ. അടിയിൽ നോക്കി നമുക്ക് തണുക്കൂര, കാലിന് തണുപ്പുണ്ടാവില്ല. ഇതെന്താന്നറിയോ സംഭവം? ഇത് പൂട്ടിപ്പോയോ? ഇത് തുറക്കൽ എങ്ങനെയാ മോനെ? തള്ളിയാ മതിതാ. അടുക്കളയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ, വിസിറ്റേഴ്സ് വന്നാൽ ചായ എല്ലാം കൊടുത്ത് കൂടെ കറങ്ങി വരണ്ട, അതിൻ്റെ സൗകര്യമായി ഇതിങ്ങനെ അങ്ങോട്ടേക്ക്. ഇനി നമുക്ക് അടുത്ത റൂമിൽ നമ്മൾ കാണാൻ പോകുന്നത് അടുക്കളയാട്ടോ. വരി, അടുക്കള കാണാനാണോ എല്ലാവർക്കും ഭയങ്കര താല്പര്യം ഉണ്ടാവുക. എന്നാ വരി നമുക്ക് അടുക്കള കാണാലോ. അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് വിശാലമായ ഡൈനിങ് ഹാൾ ഇതാ കണ്ടോ. ഡൈനിങ് ഹാൾ, ഇവിടെ ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റിയ സൗകര്യം. ഫുൾ AC ആണ് കേട്ടോ ഇവിടെ ഇരിക്കണമെങ്കിൽ. മലപ്പുറം ജില്ലയാണ്, അതുകൊണ്ട് നല്ല ചൂടാണ്. നമ്മളെ വയനാട്ടുകാർക്ക് ഇത് പ്രയാസം. നോക്കി എവിടെ നോക്കിയാലും ചെടികൾ ഉണ്ടാവും. ചെടികൾ, അലങ്കാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇതാണ്. ഇവിടെ ലേഡീസിന് വന്ന് ഇരിക്കുക. അവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നത് ഇതാ, കൈ കഴുകുന്ന സ്ഥലം. ഇവിടെ ഒക്കെ സംഭവങ്ങൾ ഇതാ, ചെടികളാ, ചെടികൾ തന്നെയാ ഇവിടെയൊക്കെ. നോക്ക്, ഇനി അടുക്കള എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഡൈനിങ് ഹാളിലേക്കാണല്ലേ. എന്നാ വരി നമുക്ക് അടുക്കള കാണാം. നോക്കി ഇതൊക്കെ, നോക്കി ഇതൊക്കെ എന്ത് രസാ. നോക്ക് എന്തൊരു ഭംഗിയാലേ ഇതൊക്കെ കാണാൻ, ഞങ്ങൾക്ക് ഇരിക്കാൻ. ഇനിയാണ് ഡൈനിങ് ഹാൾ. ഇതാ ഇവിടുന്ന് ഇറങ്ങാൻ ഡൈനിങ് ഹാളിലേക്ക്. ഇതാ ഈ ഭാഗത്ത് നിന്ന് വലിയ ഹാളിന്ന് ഭക്ഷണത്തിൻ്റെ ഇതാണ് ഓപ്പൺ കിച്ചൺ. ഇതാണ് ഓപ്പൺ കിച്ചൺ. ഇവിടെ ഉണ്ട് ഡൈനിങ് ടേബിളും കാര്യമെല്ലാം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത നോക്ക്, TV കിട്ടും, എല്ലാ സംഭവങ്ങളും കിട്ടും. പിന്നെ ഫ്രിഡ്ജ് തുറക്കാണ്ട് തന്നെ നമുക്ക് ഐസും കട്ട കൈ കിട്ടും. ഞാൻ കാണിച്ചു തരാം. അമ്മോ 2, 3, 4 ഒക്കെ വീണിട്ടോ. അമ്മോ, നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് സാധാ ഫ്രിഡ്ജാണിതാ. ഫ്രിഡ്ജ് തുറക്കണ്ട, അല്ലാണ്ട് തന്നെ കിട്ടും. നമ്മളിതിവിടെ വെക്കട്ടെ, ഭയങ്കര തണുപ്പ്. ഇത് ഓപ്പൺ കിച്ചൺ കേട്ടോ. ഇതല്ല, ഇതൊക്കെ നോക്കുന്നതാ. ഇതെല്ലാം അടുപ്പ് ഇതിമേൽ തന്നെ ഫിറ്റാക്കിയതാ. വെള്ള മാർബിളല്ല, ഗ്രാനൈറ്റും അല്ല, വേറെന്തോന്നാണിത്. ഒക്കെ ഫുൾ വെള്ളയാ. അടിയും വെള്ള, മേലെ വെള്ള. ഇതൊക്കെ ഗ്ലാസ് വെക്കാനുള്ള സൗകര്യം ഒക്കെ. ഇനി നമുക്ക് വേറെ ഇവിടെ തേക്കാനുള്ള സൗകര്യം കേട്ടോ. ഇവിടെ തേപ്പ്. ഇനി അടുക്കള, വിറക് കത്തിക്കുന്ന അടുക്കള ഉണ്ടാവൂലേ, ആ അടുക്കള. ഇതാ വിറക് ഉണ്ടോ, വിറകടുപ്പ് കത്തിക്കുന്ന അടുക്കളതാ. ഇങ്ങനെ ഇതൊക്കെ മൂടിയാ, എല്ലാം മൂടിയിട്ടതാ. ഇത് പിന്നെ നമുക്ക് പുക സ്മെല്ലൊക്കെ പിടിച്ചെടുക്കുന്ന, നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന പോക്കൂട് എന്ന് പറയും. സ്മെല്ലൊക്കെ അങ്ങ് പിടിച്ചെടുക്കും ഇതിന്. അതാ കൊരങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ വേറെ ഇവിടെയും ഫ്രിഡ്ജ്. ഇവിടെയൊക്കെ പാത്രം കഴുകുന്നത്. പിന്നെ എപ്പോൾ ഇവിടെ ആണല്ലോ നമ്മൾ ലേഡീസ്, വീട്ടമ്മമാരൊക്കെ ഇവിടെയാണ്, അടുക്കളയിലാണല്ലോ ഉണ്ടാവുക. അപ്പം ആരെങ്കിലും ഒരാൾ പുറത്ത് വന്ന് ബെല്ലടിച്ചാൽ അങ്ങോട്ട് പോവുക, വാതിൽ തുറക്കുക, ഒന്നും വേണ്ട. ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് നോക്കിയാൽ ഇതാ ഇങ്ങനെ നിൽക്കുക. ഇതാ വണ്ടി പോണ് കണ്ടോ. അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ടെങ്കിൽ എല്ലാം കാണിക്കുക. അത് ഓൾറെഡി ഇങ്ങനെ തുറന്നിങ്ങ് വെക്കല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ആള് വരുന്നതും കാര്യങ്ങളൊക്കെ കാണും. ഇതെല്ലാം രണ്ടാമത്തെ അടുക്കളയും കണ്ടു. ഇനി അടുത്ത അടുക്കള. ഇത് അടുക്കള എന്ന് പറയണ്ട, അത് വലിയൊരു വരാന്ത. ഫുഡെല്ലാം കഴിച്ചിട്ട് കഥ പറഞ്ഞിട്ടാ ഇങ്ങനെ അയൽവാസികളൊക്കെ വന്ന് വേണേൽ കുടുംബശ്രീ തന്നെ ഇവിടെ കൂടാ. അത്രക്ക് വിശാലമായ നീളല്ല
ഇവിടെ ഉണ്ട് ഒരു ഡൈനിങ് ടേബിൾ. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോവണ്ട. അവിടുന്ന് ഭക്ഷണം എന്താ ഉണ്ടാക്കുക, ഇവിടുന്ന് കാറ്റ് കൊണ്ട് കഴിക്കുക, നാച്ചുറലായിട്ട് ഇവിടുന്ന് കഴിക്കുക. പിന്നെ താഴെ നോക്കി എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പന്തൽ കെട്ടിയൊന്നും വേണ്ട. അതാ പന്തലും ലൈറ്റും അടി സൗകര്യവും ടേബിളും എല്ലാം അതാ അവിടെ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഒരു പാത്രം കഴുകുന്ന, ഏറ്റവും പുറത്ത് പാത്രം കഴുകുന്നതൊക്കെ നിലയിലുള്ള ഒരു ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂം. ഇതൊന്ന്. നമുക്ക് മുകളിലേക്ക് പോവാം. നമുക്ക് ഇനി അപ്സ്റ്റെയറിലേക്ക് പോവാലോ. അവിടെ എന്തൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നാ വരും മുകളില് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് മുകളിൽ കേറുമ്പോ ഉണ്ടാകുന്ന ആ ഹാളില്ലേ, കേറുമ്പോള്ള ഹാളാണ് ഇത്. ഇവിടെ തന്നെ ഇരിക്കാൻ സൗകര്യങ്ങളുണ്ട്. സോഫ ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് എവിടെ പോയി? ലൈറ്റ് ഒന്നും തിളങ്ങുന്ന എല്ലാ ലൈറ്റും ഇട്ടാലേ കളർ കിട്ടുന്നുണ്ട്. പിന്നെ പുറത്തൊരു ഏരിയ ഉണ്ട്. വന്ന് നോക്കിതാ പുറത്തേക്കുള്ള ഏരിയ. അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളും ചെടി. പിന്നെ എല്ലാ റൂമിലും ചെടിയുണ്ട്. ഇനി ഇവിടെ നോക്കട്ടെ. ഇത് നോക്ക്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡുമലൊക്കെ കാണുക. തുറക്കാൻ പറ്റുമോ? സിറ്റ് ഔട്ടിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. സൗകര്യം ഉണ്ട്. നല്ല പച്ച വിരിച്ച് നല്ല നല്ല തന്നെ മതി നമുക്ക് ധാരാളം കേട്ടോ. അപ്പൊ റോഡ് കണ്ടോ, റോഡ് വാഹനം പോകുന്നതെല്ലാം നോക്ക്. ഇവിടുത്തെ ബോഗൺവില്ല, എൻ്റെ ബോഗൺവില്ല ഒന്നുമല്ല. ഇവിടുത്തെ ബോഗൺവില്ല കണ്ടു വെക്കുമ്പോ എനിക്ക് തോന്നുന്നു വലിയ ചട്ടിയിൽ വിട്ടാൽ എല്ലാ കളറിലും ഇങ്ങോട്ട് വരും. കണ്ടോ ഇവിടെ ഇവിടെ വെള്ളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കളറും എന്നെ പച്ച പിടിച്ച്. റോഡ് നോക്കി വൈകുന്നേരം റോഡ് നോക്കിയിരിക്കാം. ഒന്ന് കയറി മുകളിലെ ഹാളിലേക്ക് കയറിയിട്ട് ഒരു ബെഡ്റൂമിലേക്ക് കേട്ടോ വരും. നമുക്ക് ബെഡ്റൂം കാണാലോ. ഇതാണ് ഒരു ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. നല്ല വലുപ്പം, വിസ്താരായിട്ട് ബെഡ്. ചെടികൾ, എല്ലാ റൂമിലും ചെടികളാ. നോക്ക്, ഇതൊക്കെ അങ്ങ് വെച്ചാൽ അലങ്കാരം. നല്ല ഭംഗിയ. ഇതൊക്കെ സൂപ്പർ. നല്ല ബെഡ് കാര്യങ്ങൾ. ഇതാണല്ലോ നമുക്ക് വായു, എയർ പ്യൂരിഫിക്കേഷൻ, അതൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങ് തുറന്ന് നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയാൻ. ഇവിടെ ഒരു ബാൽക്കണി. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ചെടികളും ഉണ്ട്. അത് പൂട്ടിക്കഴിയാണെങ്കിൽ ഇവിടുന്നും ടി വി കാണാം, അടുക്കളയിൽ നിന്നും ടി വി കാണാം, താഴെ ഹാളിൽ നിന്നും ടി വി കാണാം. ഇങ്ങോട്ടേക്ക് ഇത് ബാത്റൂമാണ്. ബാത്റൂം കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാം. ബാത്റൂം സൗകര്യങ്ങൾ ഒക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ഇത് അൽമാറയാ. അൽമാറ നോക്കട്ടെ. അൽമാറ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പലതരം ഇങ്ങനെ അടുക്കല്ല ഭംഗിയിൽ മടക്കി വെച്ചതാ. കാണിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. ഓപ്പൺ ഏരിയ എങ്ങനെയാണ് ഒരു വീടിന് ഇത്രയും ഭംഗിയാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ഏരിയ യൂസ്ഫുൾ ഏരിയ ആക്കി മാറ്റി വരും. നോക്കി ഇവിടെ എവിടെ നോക്കിയാലും ഓപ്പൺ ഏരിയകൾ തന്നെ ഉള്ളൂ. ഇവിടെ ഉണ്ട് ടി വി ഉണ്ട്. ടി വി കണ്ടിരിക്ക. അപ്പുറം നിസ്കാര റൂമെല്ലാം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു. ഇവിടെ എക്സസൈസ്
ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങോളം ഇവിടെ ചെടികൾ ഇഷ്ടം പോലെ കേട്ടോ, എല്ലാ ഭാഗത്തും ചെടികളാ. ഒന്നുണ്ടാക്കുന്ന സ്ഥലം എവിടെയായിരുന്നു? എവിടെ തുറക്കുക? ഇത് നിസ്കരിക്കുന്ന നല്ല സൗകര്യം, നമ്മൾ നല്ല സൗകര്യത്തിൽ വിസ്താരം നിസ്കരിക്കാം. എ സിയും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് സൂപ്പർ, ചൂടില്ല, തീരെ ചൂടില്ല. ഇതെന്താ സംഭവം എന്നറിയാം, അവിടെ നിസ്കാര റൂമല്ലേ, ഇവിടുന്ന് ഒന്നുണ്ടാക്കാം. ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് കാല് കഴുകാൻ ഇതാ, കാല് കഴുകാനുള്ള സൗകര്യം. ഇപ്പൊ ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ട്. ഇതാ വെള്ളം താഴെ വെക്കോളൂ, ഓഫാക്കി കാട്ടെ. വെള്ളം അമൂല്യമാണ്. ഇവിടൊക്കെ ഓരോ വീട് വരുന്നുണ്ട്. ഒരൊച്ച ഇറച്ചിടാ, നമ്മൾ പോയിട്ട് തുറക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്ന കൊറേ ഉണ്ട്. ഇതൊക്കെ വെയിറ്റ് താങ്ങുന്നതെല്ലാം ഉണ്ടാവൂലേ, ഞാൻ ചെയ്യുന്നില്ല, കാര്യം വേദനിക്കൂ. എന്താ നമുക്ക് ആറിടുന്നതാ ചെറിയ ചെറിയ ഇതൊക്കെ പള്ളിച്ചാട്ടം ചാടുന്നത്, ഇതൊക്കെ ചാടിയ വയറ് കുറയും. നല്ല സൗകര്യം. അതൊക്കെ വീടിന്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചാൽ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ വിശദമായിട്ട് വീട് കാണിച്ചു തന്നു എൻ്റെ പ്രിയപ്പെട്ടവർ. വീട് ഫുള്ള് കാണിച്ചു പകലായിരുന്നല്ലോ. പകല് കാണിച്ചതിനേക്കാൾ രാത്രി ഒന്ന് നോക്കി. രാത്രിയാണ് ഈ കാഴ്ച കണ്ടു നോക്കൂതാ. ഇതാണ് വീടിന്റെ രാത്രി കാഴ്ചകൾ. ലൈറ്റിലും അലങ്കരിച്ച് പൂച്ചെടികളും വീടൊക്കെ നോക്കിയേ ഇതിന്റെ ഭംഗി. ഇതാ അവിടെയൊക്കെ ലൈറ്റും. എൻ്റെ വീട് കാണിക്കൽ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.